അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. പോരട്ടെ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. 2025 എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരു തുടക്കാവട്ടെ എന്ന് ആയിക്കോട്ടെ. ഇന്നലെ ഇന്നും നമുക്ക് തുടക്കല്ലേ. അപ്പോൾ അപ്പൂസൊക്കെ സ്കൂളിൽ വന്ന് ഇനിയിപ്പോൾ നാളെ സ്കൂളില്ല, നാളെ 5-ാം തീയതി ആയിട്ട് അവധിയാണ് അല്ലേ? അപ്പോൾ അല്ലേ, ഇന്ന് അപ്പൂസിന് സ്കൂളിൽ എല്ലാ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താ ആലോചിക്കണേ? അപ്പൂസ് അപ്പൂൻ്റെ കൂട്ടുകാരന്മാരെ നോക്കണേ. അപ്പൊ അതാ അമ്മ ഉമ്മർത്ത് വന്നിരിക്കുന്നുണ്ട്. അമ്മക്ക് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അടുക്കളയിലൊക്കെ ഒന്ന് വന്നൊക്കെ ഇരുന്ന് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചീന്റെ മോള് വരുന്നുണ്ട്. നാളെ സ്കൂൾ അവധിയല്ലേ, അപ്പൊ നമുക്ക് ചെറിയ സ്പെഷ്യലൊക്കെ ഒരുക്കാണ്ട്. അപ്പൊ ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ ചെയ്യണത്. എന്തൊക്കെയാണ്? പാൽ കപ്പ ചിക്കൻ അപ്പൊ ഞങ്ങളും ഫസ്റ്റാണ് സംഭവം. ഉഷാറാ തോന്നണം അല്ലേ കണ്ടിട്ട്. അപ്പൊ നമുക്ക് നേരെ അടുക്കള പോയോക്കാം. പൂള ഇന്നലെ വാങ്ങിയിട്ടുള്ളു, അപ്പോഴേക്കും ഇവിടെ കളർ മാറ്റം വന്നു. ഒരു കഷ്ണം ഒന്ന് എടുത്ത് വെച്ചു, ഇങ്ങനെ വെട്ടിയിട്ട് തന്നിട്ട് ഒന്ന് രാവിലെ ചായക്ക് കടി പൂള, അതിൻ്റെ ബാക്കി നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആദ്യമായിട്ട് ഉണ്ടാക്കണ ഒരു സ്പെഷ്യലാണ്. അമ്മ കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണല്ലേ. പിന്നെ നമ്മൾ കൊത്തി നന്നാക്കി എടുക്കണം. അമ്മ നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേരെന്താ? പാൽക്കപ്പ ചിക്കൻ മൊളീഷ്യ. മലേഷ്യ കേട്ടിട്ടില്ല. മൊളീഷ്യ നമ്മള് മീൻ മൊളീഷ്യ എന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ സന്ധ്യേച്ചിന്റെ കുട്ടി വിരുന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ മീനോട് മാറ്റിയിട്ട് ചിക്കൻ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും കൂടി 50 റുപ്യക്ക് ഞാൻ ചിക്കന്റെ പാർട്സ് വാങ്ങിയിട്ടുണ്ട്. അത് സാധാ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് വരുന്ന ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ വരാം. വീട്ടിൽ നിന്ന് ഇങ്ങട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പോരും. നാളെ ക്ലാസ് അവധിയല്ലേ, 5-ാം തീയതി ആയിട്ട്. അപ്പം അങ്ങനെ ഒന്ന് ഇവിടെ നിൽക്കാന്നൊക്കെ വിചാരിച്ച് വരികയാണ്. അപ്പം നമ്മളങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഉള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കണത്. ഇത് ഇങ്ങനെ കണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പലരും ഉണ്ടാക്കണ കാണുമ്പോൾ ഒക്കെ നല്ല രസമാണ്. വെള്ളമായിട്ട് ഇങ്ങനെ പാല് പോലെ നിൽക്കണപ്പോൾ നല്ല രസമായിരുന്നു. പക്ഷെ ഉണ്ടാക്കാൻ അപ്പോഴും അതൊന്നും ഇപ്പോൾ ഉണ്ടാക്കണ്ട. അങ്ങുണ്ടാവും. പെട്ടെന്ന് പൂളട്ടുമ്പോൾ പൂള പുഴുങ്ങിയിട്ടും കറി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കി എങ്ങനെയൊക്കെ കഴിച്ചിട്ടും ഒന്ന് പുഴുങ്ങിയതായിരുന്നു രാവിലെ. അപ്പം വിചാരിച്ചു നമ്മളൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ, നമുക്ക് പാൽക്കപ്പ തന്നെ ആക്കാൻ വിചാരിച്ചു. അപ്പം എന്നാൽ അതന്നെ. അപ്പം അതിന് പറ്റിയ പൂളയാണ്. നല്ലോണം വെന്ത് ഇങ്ങനെ പൊടിയായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പൂളയാണ് കേട്ടോ. എന്നൊക്കെ കുക്കറിൽ ഞാൻ പുഴുങ്ങിയത്
2 വിസിലടിച്ചപ്പോൾ തന്നെ ആകെ വെന്തുടങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പാലും കൂടി ഒഴിക്കുമ്പോൾ എന്താ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കും. കയ്യുമ്പോ ഇങ്ങനെ ഒന്ന് അച്ചടിക്കൂലേ? ആദ്യമൊക്കെ ഇത് കിട്ടാൻ വേണ്ടിട്ട് കിണറ്റിൽ കമിഴ്ന്ന് നടന്ന് പറിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ അതാ ഇപ്പോഴും കിണറ്റില് ഇപ്പൊ നമ്മളെ കൺമുന്നത്തെ മുൻകൂടെ തന്നെ അതാ. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇതൊരു ഇതില്ല, നിച്ചല്ല വേണ്ടേനു. അപ്പൊ നമ്മളെ പൂളേനെ കൊത്തി 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 എടുക്കണം. അതേപോലെ കൊത്തി അരിഞ്ഞ് എടുക്കണം. പൂള കപ്പാട്ടോ, നമ്മൾ പൂള എന്നാ പറയുക. പിന്നെ ഉണ്ടാക്കണത് നമ്മളെ മൺചട്ടിയിലാട്ടോ. കണ്ടോ, ഇതിലാണ് ഉണ്ടാക്കണേ. ഇതിന്റെ വലുതൊന്നുകൂടി നമ്മള് മൺചട്ടി മാറ്റിട്ടോ ഇതിക്കാക്കി. അതില് അത്ര മൺചട്ടി തന്നെയാണ്, വലിയ മൺചട്ടിയില് കുറച്ചുകൂടി സ്ഥലം ഉണ്ടാവും. അപ്പം നമ്മൾ പൂള വേവാനുള്ള വെള്ളം ഇതിൻ്റെ ഒപ്പം വെക്കുക കേട്ടോ. ഇന്ന് കാറ്റൊന്നുമില്ല. ഓലക്കൊടി നല്ലോണം വെയിൽ കൊണ്ടിട്ടേ ഉണങ്ങിയതായിട്ടുണ്ട്. വേഗം കത്തുന്നുണ്ട്. കത്തി. അപ്പോൾ അത് കത്തട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, കുറച്ചിട്ടോ. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് ഇങ്ങനെയാണ് പണി. നാളികേരം പൊട്ടിക്കണം. അപ്പൂസ് പൊളിച്ചൊക്കെ തന്നിട്ടുണ്ട്, പൊട്ടിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നാളികേരം വെറുതെ കറിക്ക് ആവശ്യമാകുമ്പോൾ മാത്രം പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. വെറുതെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ കേട് വരും വിചാരിച്ചിട്ടേ. അപ്പം ഞാൻ പൊട്ടിക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ പാലെടുക്കണം. ടേസ്റ്റ് ഉണ്ടോ? അമ്മക്ക് ഇളനീര് ഇങ്ങനെ കുടിച്ചിരുന്ന നാളെത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരല്ല, ഇളനീര് കുടിച്ചിട്ടാണ്. മധുരല്ലാന്ന്. അപ്പൊ എന്നാ ഇതിന്റെ ചിരകി എടുക്കട്ടെ ഞാൻ. പഴക്കൂല ശരിക്ക്, അമ്മ എടുത്തുണ്ട്. വെറും കപ്പേൻ്റെതല്ലല്ലോ. അപ്പൊ ഇത് മതി, ഒരു മുറി മതി. മുറി ചേർത്തിട്ട് മിക്സിയിൽ അരക്കാം. എന്നിട്ട് പാലെടുക്കാം. ഐഡിയ ഉണ്ട്. വെള്ളം ആലേശം വെള്ളവും കുക്കലും
വെള്ളം കൂട്ടിയിട്ടല്ല അരയ്ക്കുക. സാധാ പാലൊക്കെയാണെങ്കിൽ ഒന്നും രണ്ടൊക്കെ വാടിയ ആ ഇതൊന്നും രണ്ടൊന്നുമില്ല നമുക്ക് നാളികേരം ഇല്ലല്ലോ, വാങ്ങിയിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ്. തെങ്ങുമുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ നാളെ ഉണ്ടായ ഒരു കളിക്കുമായില്ലേ. എവിടെ കൊറേ സ്ഥലം കണ്ടിട്ട് നമ്മളെന്താ ഉണ്ടാക്കണായിരുന്നു? പാൽക്കപ്പ ചിക്കൻ മലേഷ്യ. ചിക്കൻ മോളീഷ്യ നോക്ക ഭാവി വരൂട്ടോ, എടുത്തേക്കണ്ടേ ആ എടുത്തേക്കേണ്ടി വരും. ഭാവി ഭാവി എന്തേ പാട്ടുണ്ടത് ഡാൻസ് കളിക്കണ്ട കുട്ടിയമ്മ എന്താ അങ്ങനെ പോണം. കുറച്ചേരം കിടക്കും, കുറച്ചേരം ഇരിക്കും. അപ്പം നമ്മൾ നാളികേരം അരച്ച് പാലെടുക്കുന്നതിൻ്റെ മുന്നേ ഇതിക്ക് കുറച്ച് സാധനം കൂടി വേണം കേട്ടോ. ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളീൻ്റെ ഒരല്ലി, പിന്നെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. മെല്ലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കി എടുക്കട്ടെ. നന്നാക്കിയിട്ട് പാല് പിഴിയണത് എന്നിട്ട് ചെയ്യാം. എന്നാൽ പിന്നെ രണ്ടും ആ ജാറിൽ തന്നെ ചെയ്യാമല്ലോ പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനിയേട്ടനും ബായിക്കുട്ടി വന്നിട്ട് കേട്ടോ. എൻ്റെ ഭാവി കുറേ ദിവസമായി ബായിക്കുട്ടി വന്നിട്ട്. അവളെ ചോദിച്ചേന്ന് കേട്ടോ എല്ലാവരും ബായിക്കുട്ടി എന്തേന്ന്. അപ്പോൾ ക്ലാസ്സുള്ള കാരണമാണ് കാണാത്തത് അല്ലേ. അമ്മേന്റെ വീട്ടില് കോട്ടക്കലായിരുന്നു. ഒതുക്കങ്ങലാണ് വീട് അല്ലേ. എത്ര ദിവസം നിന്നു ഇപ്പൊ അവിടെ? 10 ദിവസം ഒന്നിച്ച്. ആ മിഞ്ഞാന്ന് രാത്രിയല്ലേ ഒന്ന്. ആ അപ്പൊ അങ്ങനെ വിരുന്നും പോയി അല്ലേ. ഇനി പപ്പേട്ടന് വരാനായിട്ടോ 5 മണിയായി. ഇന്നലത്തെ അതേ നേരം. അപ്പൊ നീ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ഇരിക്കട്ടെ കേട്ടോ. നമ്മളെ പൂള ഇതിൻ്റെ ഇടയ്ക്കല്ലേ വെന്ത് ഉള്ളി നന്നാക്കിയ സമയം കൊണ്ട് നമ്മളെ പൂള നല്ലോണം ഇതാ വെന്ത് ഇതായിട്ട്. അപ്പോൾ പൂള റെഡി ആയിട്ട് കേട്ടോ. എത്ര പെട്ടെന്നാ വെന്തേ, ഒരൊറ്റ കൊള്ളി വിറകൊണ്ടേ വെന്തു. ചില പൂള എങ്ങനെ കേട്ടോ, ചിലത് അതിന് വേണ്ടി വേവല്ല, കല്ല് പോലെ ഇങ്ങനെ കിടക്കും. അപ്പം ഇനി ഞാനതൊന്നും ചതച്ച് കൊണ്ടിട്ട് കേട്ടോ, ചതച്ചിട്ടില്ല, ചതച്ച് വരാം. പാലെടുക്കാൻ നാളികേരപ്പാൽ കേട്ടോ. കുറച്ച് നാളികേരം ഉള്ളു, അതുകൊണ്ട് തന്നെ ചായരപ്പേക്കാണ് പിഴിഞ്ഞെടുക്കണേ. നാളികേരോ അമ്മ ഇത് മതിന്ന് ഒരു കുറച്ച് തന്നെ ഉള്ളേനും. പിന്നെ ആ ഒരു നാളികേരം ഉള്ളു കേട്ടോ. ഒരു മുറി നാളേക്ക് കറിക്ക് എടുത്തേക്കാന്ന് പറഞ്ഞു. സാധാ പാലാസം കൂട്ടല്ലേ വേണമെങ്കിൽ നാളികേരം വല്ലാണ്ട് ഇത് ഉണ്ടാക്കാം. അപ്പൂസ് സ്കൂളിട്ട് വന്നു. അപ്പൂസിന് സ്കൂളിൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ആയിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കലത്തേക്ക് തന്നെ ഈ പൂളേനെ ഇട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. ഇതിലിട്ട് കുത്തി ഉടയ്ക്കാനുള്ളതാ. ഇനി വല്ലാതെ കുത്തേണ്ടി വരില്ല കേട്ടോ. ഏകദേശമൊക്കെ ഉടഞ്ഞ് നല്ലോണം ആയിട്ടുണ്ട്. മൺകലാവോണ്ടേ വല്ലാതെ മെനക്കെട്ട് കുത്തിയാൽ ശരിയാവും. താഴെ ഉണ്ടാവും. ഇതുണ്ടാ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും അടുപ്പത്തേക്ക് പാലൊഴിച്ചിട്ട് അതാണ്ട് നമ്മൾ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചതച്ച് വെച്ച് പച്ചമുളകും വെളുത്തുള്ളി ചുവന്ന ഉള്ളി. അതിനകത്തിലേക്ക് പാല് അത് റൂമിലുണ്ട് എടുത്തിട്ടോ. കോഴി കൂട്ടല് അപ്പൂസ് വന്നേക്ക് കോഴീനെ ആ തീറ്റ കൊടുത്തു. നേരത്തെ കൊടുത്തപ്പോ വന്നോ പൂള. ഇത് ഇനി തിളച്ച് എന്താപ്പോ എന്ത് തീറ്റ ഒരു 3 മണിയൊക്കെ ആവുമ്പോ ആ ചോറും കൂട്ടിട്ട്. കോഴിന്റെ വർത്താനം ഇപ്പൊ ചോറുണ്ടോന്നോ? കോഴിയോ? കോഴിക്ക് ഇപ്പൊ കൊടുത്തതാ, അത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൊറേ ചോറ് കൊടുക്കാൻ പാടില്ലേ. വേഗം വലുതാവാന്
ഓ കണ്ടോ നല്ല അടിപൊളി കളർ. പക്ഷെ ഇതിൽ ഉപ്പ് ഞാൻ ആക്കിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പ് ഞാൻ നോക്കി ആക്കി എടുക്കാം. കണ്ടിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ കളറ്. തിളക്കട്ടെ കേട്ടോ. ഇത് തിളക്കുമ്പോഴേക്കിന് ചിക്കൻ ഓർമ്മ വരുന്നത്. അത് താളിക്കണോ? ഇത് താളിച്ചൊഴിക്കണം. തിക്ക് കടുകും കറിവേപ്പിലെല്ലാം അങ്ങനെയുണ്ട്. അപ്പൊ അതിനും വേണം ചെറിയ ഉള്ളി അരിയ, കറിവേപ്പിലയും ഉണക്കമുളകും കേട്ടോ. അപ്പൊ അതിനും ചെറിയ ഉള്ളി അരിയട്ടോ ഒന്ന്. അപ്പൊ ഇനി നമുക്ക് കടുക് സംഭവം റെഡി. ഇനി ഇതിക്ക് കുറച്ച് കടുകും ഉള്ളിയൊക്കെ ഒന്ന് താളിച്ച് ഒഴിക്കാം. ഇത്ര പൊടി. എന്താ പോവാ ഒന്നും ഇങ്ങോട്ട് വന്ന അപ്പൊ അമ്മ എന്തൊക്കെ വർത്താനാണ്. കടുക് പൊട്ടി ചെറിയ ഉള്ളി നമ്മള് വറവ് കറി അല്ലെങ്കിൽ താളിച്ചിടുക പറയും. താളിക്കല് ഒന്നും പറയാം. ഈ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ അല്ലേ. വെറുതെ പുള കൂട്ടാൻ വെക്കും. വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങും. പിന്നെ കുത്തി ഉടച്ചിട്ട് ഇതേപോലെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിടും, താളിച്ചിടും. നമ്മൾ കറിവേപ്പിലയും മുളകും. തീ ഓഫാക്കി. ആഹാ നമ്മളെ പാൽക്കപ്പ ഇപ്പൊ തണുത്തമ്മക്കിന് അതിങ്ങനെ കട്ടയായല്ലോ. ചെറിയ പരിപാടിയുള്ള ചിക്കൻ മോളീസ് നോക്കട്ടെ എങ്ങനെയാവുന്നു അല്ലേ. കഴിച്ച് നോക്കിട്ട് പറയാം. ചിക്കൻ റെഡിയാക്കാം. അപ്പം ഇത് റെഡി കേട്ടോ. അപ്പം ഇനി ചിക്കൻ കഴുകട്ടെ. ചിക്കനൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ കഴുകി ഉള്ളി നന്നാക്കി തക്കാളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മളിത് പറയുമ്പോൾ വലിയ സംഭവം നല്ല കേട്ടോ. നമ്മൾ സാധാ ഉണ്ടാക്കണ ഒരു രീതി തന്നെയാണ്. മൊളീഷ്യ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കൂലേ എന്താ ഒരിതാണെന്ന്. പക്ഷെ പേര് പോലെ അത്ര ഭീകരമൊന്നുമല്ല. അപ്പം നമ്മൾ മൺചട്ടി തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതിൽ കൊള്ളൂല ചിക്കന്. കൊള്ളൂലത് കുറച്ചല്ലോ 150 റുപ്യക്കുള്ള. പിന്നെ അത് കറി കുറയൊന്നുമില്ല. കുറച്ച് കറി പൂളേക്കുള്ള കറി കേട്ടോ. അത് നല്ല വറ്റിയതായല്ലോ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, ഉലുവ. അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇതിക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉലുവ. ഉലുവൊന്ന് പൊട്ടട്ടെ കേട്ടോ. ഈ മൺചട്ടി ആവുകൊണ്ടേ പെട്ടെന്ന് ഇടാവൂല. ചൂടായി കിട്ടണ്ടേത്. എന്നാലും ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉലുവ പൊട്ടി. അപ്പോസിന് ഇതൊന്നും കാണണ്ടേ. വേണ്ട അത് ഐസാരം പോണ പോണുണ്ട്. വേണ്ട പോ. സുന്ദരി പെണ്ണ് വരട്ടെന്നിട്ട് വേണം. നാളെ ഇന്ന് രാത്രി ഓളം വരൂലേ. അതിന് വാ. അതെന്താ ഉണ്ടാക്കണ കാണാ. വാ മൊളീഷ്യാണ്.
മൊളീഷ്യ പാൽക്കപ്പ. പാൽക്കപ്പ വേണ്ടേ? ആ പാലല്ല, നാളികേര പാലാ. പാല വെച്ച് തന്നപ്പോ ഒരു മടുപ്പ്. നാളികേര പാലാണ്. അപ്പോ നല്ല രസമുണ്ട്. ഇവിടെ നോക്കി തുറന്നു നോക്ക്. ആ കോഴിനെ കാണട്ടേന്ന്. നമ്മൾ ഉള്ളി ഇങ്ങനെ വാടി വരുന്നുണ്ട്. വാടിയിട്ട് വിറക് വെച്ചോണ്ട കത്തിലേറും ചെയ്യും, ഇല്ലെങ്കിൽ കത്തുന്നില്ല. ഈ മുളേൻ്റെ വിറകായിട്ടേ ഉണ്ടോ പെട്ടെന്ന് കത്തിയിട്ട് കഴിയുന്നുണ്ടത്. കണല് പോവും. നല്ലോണം കത്തുന്നുണ്ട്. ഈ ഉണങ്ങി ഇങ്ങനെ ഇതായി കിടക്കാണ്. അപ്പോൾ ഉള്ളി വാടി ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളകുണ്ട്. അതേപോലെ കറിവേപ്പില, തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വിളക്കിട്ടി. വിളക്ക് കത്തൂല കുട്ടിയെ. വിളക്കില് മണ്ണെണ്ണ കിട്ടാല്ലേ? സാധന ഇല്ല. ഇനി ഇതിക്ക് വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാ. എന്താണ് എനിക്കറിയില്ല, ചോദിച്ചു നോക്കാം. നമ്മളെ വിശേഷത്തിൽ ചോദിച്ചു നോക്കോ, ആരോ ആർക്കെങ്കിലും അറിയോ വിളക്കില് മണ്ണെണ്ണ വിളക്കില് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കത്തോന്നു. എന്താ ശരിയാ. എന്തൊക്കെ പണിയെടുക്കണ്ടല്ലേ അപ്പൂസ? കൈ വെറുതെ നിൽക്കണില്ല. നമുക്ക് ഇതിക്ക് പൊടിയാൾ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണേ. എന്താണ് ഒരു പൊടിയോടെ വെച്ചളാ. എന്റെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന്. അത് ഇവിടുന്ന് എടുക്കാണ്ട് എളുപ്പമുണ്ടല്ലോ ഇവിടുന്ന് എടുക്കാന്. അതാണ് ആ കൊണ്ടോടാ എടുത്തോ, അത് കൊടുത്തു. അപ്പൊ നമ്മള് ഇതില് മല്ലിപ്പൊടി കുറച്ചേ ചേർക്കണുള്ളൂ കേട്ടോ. അതാണ് മൊളീഷ്യ. ഈ കുഞ്ഞു സ്പൂണിന് കുറച്ച് ഒരു 1.5 സ്പൂണൊക്കെ. സാധാ ചിക്കൻ കറിക്ക് എടുക്കുമ്പോൾ എടുക്കണ്ട 1.5 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാ ഇതിന് ഒന്നും ഒരു കുറച്ച് കൊടുത്തിട്ടുള്ളൂ. മുളകും പൊടി പിന്നെ നമ്മളെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കണില്ല, കാരണം ഇത് നല്ല എരിവുണ്ട്. എരിവുണ്ട് മാത്രല്ല പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ആയാൽ എരിഞ്ഞു പുകയും. അപ്പൊ ഇത്ര മതി. പിന്നെ അമ്മ ചിക്കനും മീനും കൂട്ടാത്തോണ്ട് അമ്മക്ക് പിന്നെ ഞങ്ങളിപ്പോ ഇപ്പൊ അങ്ങനെ ചിക്കൻ വാങ്ങല്ല. ഇപ്പൊ ചേച്ചീന്റെ കുട്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോ വാങ്ങിയത്. എല്ലാ പൊടി ഇട്ട് കൊടുത്തു. മീൻ വാങ്ങണം വിചാരിച്ചത്. മീൻ മൊളീഷ്യ കിട്ടിയ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇതിന്റെ ഒക്കെ ഒരു പച്ചമുളക് അങ്ങോട്ട് മാറട്ടെ കേട്ടോ. നമ്മൾ സാധാരണ ഈ മുളകും പൊടിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്നാണ് വാങ്ങല്. ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ട് കടയിൽ നിന്ന് വാങ്ങലില്ല. ഇവിടെ ഞങ്ങൾ മില്ലിൽ വെളിച്ചെണ്ണയും അതേപോലെ ഈ പൊടികളൊക്കെ മില്ലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓരന്നെ മല്ലി മുളകൊക്കെ ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കുകയാണ് പാക്ക് ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ വാങ്ങുകയാണ്. അപ്പം അത് കാരണം വീണ്ടും ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ചൂടാക്കിയാൽ ഒന്ന് ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ആട്ടോ തക്കാളി ചേർത്ത് കൊടുക്കണത്. 2 തക്കാളി, 2 കുട്ടി തക്കാളി ആട്ടോ. അത് അതാണ് പഴിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണമാണ് ഞാൻ ലാസ്റ്റ് ആക്കി കൊടുത്തത്. എന്തായാലും ഇതിൽ വെന്ത് ഉടയും. പിന്നെ ഇപ്പോഴൊന്നും ഉപ്പാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പിഞ്ഞ് എപ്പോഴും ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരാളാണ് കൂടി പോകും വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉപ്പ് അത് അങ്ങനെ കൂടുതലായിട്ട് തോന്നലില്ല, അല്ലല്ലോ. ഞങ്ങളങ്ങനെ ആദ്യം ഉപ്പ് കൂടി അങ്ങനെ ഇട്ട് കാണുമ്പോൾ തോന്നും കൂടുതലാന്ന്. പക്ഷെ കുറേ ആൾ പറയുന്നുണ്ട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഇത്. പക്ഷെ അത്രയ്ക്കൊന്നും ഉപ്പ് ഏറല്ല കേട്ടോ, സത്യം പറയണേ. ഓവർ എന്ന് പറയാൻ ഇല്ല. കൂടുതലാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചട്ടി നിറഞ്ഞു. ഇനി കുറച്ച് വെള്ളം, ചിക്കനിങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളത് കണ്ടിട്ട് കുറച്ച് വെള്ളം കൊടുത്താൽ മതി, ഒഴിച്ചെടുത്താൽ മതി.
അപ്പം ഞങ്ങൾ ചിക്കനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ടായി ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ചിക്കനിന്നും വെള്ളം ഉണ്ടാവും. അപ്പം തന്നെ ധാരാളം. അപ്പം വന്നു നോക്കി പോയോ? നമ്മൾ ഉപ്പാക്കി കൊടുത്തിട്ടില്ല, ഉപ്പാക്കി കൊടുക്കാൻ പോവാണ്. പെട്ടിയുണ്ടല്ലേ സെറ്റാക്കി. ആ എന്താണ്? ആ വരാ. ആരാ നോക്ക്? ആരാ സന്ധ്യൻ്റെയാ? എന്നാ കൊടുത്ത് പെണ്ണെത്തി അറിയാണ്ട് വിളിക്കുക കേട്ടോ. അപ്പം ഇനി ഇതോടെ കടന്നൊന്ന് വേവട്ടെ. ചിക്കൻ ഉണ്ടാക്കണത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ? ചിക്കൻ പിന്നെ എല്ലാവർക്കും അറിയുമല്ലോ. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു കാണിക്കണമല്ലോ വിചാരിക്കും. പക്ഷെ ഇന്ന് പിന്നെ ഇതിക്ക് പൂളേക്കുള്ള സ്പെഷ്യലാണല്ലോ വിചാരിച്ചിട്ടാണ്. ഹായ്. അപ്പം എന്നാ ഇതോടെ കുറച്ചു നേരം കഴിയണല്ലേ? ഇരുട്ടായില്ലേ? നമ്മളെ വിശേഷം വരാൻ നേരം വൈകും. പിന്നെ കുറച്ച് 7 മണി എന്നുള്ളത് കുറച്ചും കൂടി വൈകും. നമ്മള് ചിക്കൻ മൊളീഷി ആയിട്ടുണ്ട്. കണ്ടോ കത്തല് ലാസ്റ്റ് വാങ്ങിയേക്കാൻ ഇപ്പം ഭയങ്കര കത്തിക്കോട്ടെ അല്ലേ? പിന്നെ ലാസ്റ്റ് നമ്മളെ പരിപാടി ചിക്കൻ മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കൂട്ടം നമ്മളെ കറി കുറച്ച് ചാറ് വെച്ചത് എന്താ വെച്ചാൽ ആ പൂളയ്ക്ക് വേണ്ടിയിട്ട് അതാണ് മുളിശ. കത്തന കൊള്ളിയിട്ടേക്കല്ലേ? വെയിറ്റ് കൂട്ടി നിർത്തും. പിന്നെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ മസാല ഇതിൻ്റെ മുകളിൽ പരിപാടി വാങ്ങിക്കല്ലേ? കൊണ്ടുപോകും അടുക്കളേക്ക്. അപ്പോൾ നമ്മളെ ചിക്കൻ മുളക്ക് റെഡി അല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാ പാത്രം കൂടി നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ വെക്കാൻ സ്ഥലം കുറവാണ്. കാണാൻ മൊളീഷ്യ കൂടി വെച്ചാൽ നമ്മളെ ചിക്കൻ മൊളീഷ്യ. പോരെ? അടിപൊളി. ഇനിയിപ്പോൾ തിന്നിട്ട് കൊതിപ്പിക്കണ്ടല്ലേ? ഇത് വെച്ചിട്ട് പരിപാടി ഉണ്ട് ഇവിടെ. കുട്ടി കൂടി മറ്റപ്പ് വരും അല്ലേ? കുട്ടി വന്നിട്ടില്ല, നമ്മളെ വിരുന്ന് കുട്ടി. അപ്പോൾ നമ്മള് നാളെ പുതിയ വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.